guys, welcome back to my YouTube channel. This is TTC. പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ് ഗൈസ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇന്ന് മോഡൊക്കെ കയറ്റി നമ്മൾ കണ്ടോ ഗൈസ്, മൂൺ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ആസ് എ ന്യൂ കൊടുക്കാം. ഞാൻ പുതിയതായിട്ട് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മൈൻഡിൽ വന്ന് വീഡിയോ എടുത്താലോ മൈൻഡിൽ വന്നത് ഏതെടുക്കണം ഗേസ്, ഇതെടുക്കാം ഇത് സോ നൈസ്. അപ്പോൾ ഗേസ് ഒരു ഹാഡ് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഹാഡൊക്കെ പോയിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ഈ ഗെയിമിൽ പറ്റുന്നത് ഈ ആഡാണ് ഗൈസ്. അത് മാത്രമാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഈ ആഡെന്ന് പറയുന്ന സാധനം സത്യത്തിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അത് ഇതാണ് നമ്മളെ വണ്ടി. നമ്മൾ ഈ ഫ്രണ്ടിലോട്ട് എടുക്കണമെന്നാണ് തോന്നുന്നത്. വണ്ടി മുട്ടിയിട്ടില്ല. പിന്നെ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ നല്ല ഇതുപോലെ തന്നെ നല്ല കണ്ടൻറ്റും എല്ലാ വീഡിയോയും നമ്മൾ എപ്പോഴും ഇടുന്നതായിരിക്കും. പിന്നെ സീനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പകുതി വരെ ഓടിക്കും, ഫുള്ള് ഓടിക്കാൻ പറ്റുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. മാക്സിമം ഞാൻ എപ്പോഴാണോ മടിക്കുന്നത് അവിടെ വെച്ച് നമ്മൾ നിർത്തുന്നതായിരിക്കും. സീനല്ലേ, ഹോണൊക്കെ ഉണ്ട്. പണ്ടത്തെ ആ ഹോണൊക്കെ തന്നെയാണ്. ഇവിടെ നമുക്ക് സൂക്ഷിച്ചെടുക്കണം. ഈ ലൈറ്റ് ഓണാക്കിയത് അങ്ങോട്ടോ ഇപ്പോൾ സെറ്റല്ലേ എത്തിയിട്ടുണ്ട്. ലൈറ്റ് ഓണാക്കിയപ്പോൾ അവിടെ നിന്നൊരു വണ്ടി ബസ് വരുന്നുണ്ട്. ചവിട്ടി കൊടുത്തേക്കാം. ഇവിടെ ബസ്സൊന്നും വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. അയ്യോ ടിക്കറ്റിട്ട് കയറാം. ഓക്കെ സെറ്റ് ഗൈസ്. ചെക്കന്മാരെടുക്കണേ ഓണക്കണോ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കുറേ നാളെയല്ലേ ഗൈസ് സംസാരിച്ചൊരു വീഡിയോ ഇട്ടിട്ട്. പിന്നെ നമ്മുടെ എസ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. എസ് ഇപ്പോൾ വേറൊരു സ്ഥലത്താണ്. എസ്സിന് ഉടനെ ഒന്നും വരാൻ ഒട്ടും സാധ്യതയില്ല. ഇനി മൊത്തം ഞാനായിരിക്കും വീഡിയോ ഇടുന്നത്. വഴി ഇരുന്നിട്ട് പറ്റിയില്ലല്ലോ, ഞാനായിരിക്കും വീഡിയോ ഇടുന്നത് കേട്ടോ. വണ്ടിയാണ് സീനായിട്ടുള്ളത്. മൂൺ ലൈറ്റ് നമ്മളോണൊക്കെ അടിച്ച് സീനായിട്ടാവുന്നേ. അയ്യോ ഷോണിക്കിപ്പോൾ വീണാൻ അടിച്ചു കുത്തി. ഓവർടേക്കാണോ ആ ചെയ്തിട്ടുണ്ട്. എന്താവുമോ അയ്യോ അത് ആ സീനായിരുന്നു കേട്ടോ. ഇതെന്താ എവിടെയാണെന്ന് ആൾക്കാർക്കിട്ടുണ്ട് ഇൻഡിക്കേറ്ററില്ല. ഇതെന്താ സ്ട്രിപ്പ്, ഞാൻ ടൂർ മോഡായിരുന്നു ഇട്ടേ, മറന്നു പോയതുകൊണ്ട് എല്ലാവരും കയറുന്നുണ്ട്. വീഡിയോ ഒക്കെ എടുത്താണ് നമ്മുടെ ചേട്ടാ. നമ്മുടെ വീഡിയോ കൂടെ ഒക്കെ എടുക്കുക കേട്ടോ. നല്ല ഞങ്ങൾ പോകുന്നതല്ലേ, ആക്കുവാണ് ആൾക്കാരങ്ങ് എടുക്കോളും. ഇതിന് ഭയങ്കര ഓട്ടോ, മൂൺ ലൈറ്റിന് ഭയങ്കര ഓട്ടോ. നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല, ബാക്കിലുണ്ട് കേട്ടോ. KL30N0201. ഏതാ വൈബ് ഇത്. ഇവർ കയറി വരുമ്പോൾ സമയം പിടിക്കും. ഞാൻ കൊണ്ട് സ്കിപ്പ് കൊടുത്തിട്ടുണ്ട്. വള അയ്യോ വളയോ ഗീസ് വണ്ടി വളയും. പിന്നെയല്ല വളയുമെന്ന് എനിക്ക് തോന്നുന്നത്. വളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ മച്ചാനിത് അന്ന് നമ്മുടെ ലൈറ്റൊന്നും അടിച്ച് കാണിക്കില്ല. അയ്യോ അങ്ങനെ കുറേ നാളെയല്ലേ. ഞാൻ പിന്നെ എപ്പോഴും ഇപ്പം റൈവൽസാണ് കളിച്ചിടുന്നത്. നമുക്കങ്ങനെ എപ്പോഴും റൈവൽസ് ഇട്ട് കളിച്ച് നിങ്ങളും മടിക്കും ഞാനും മടിക്കും. അപ്പം ഇടയ്ക്കൊരു വെറൈറ്റി ഒക്കെ വേണ്ടേ പ്ലീസ്. നമുക്ക് ആ വണ്ടിക്കാരനെ അങ്ങ് ഓവർടേക്ക് ചെയ്യണം. പക്ഷേ നമ്മൾ വണ്ടിക്ക് ഒത്തിരി സ്പീഡില്ല കേട്ടോ. ഇതും കൂടെ ഓണാക്കുമ്പോൾ നല്ല സ്പീഡായിരിക്കും. പക്ഷെ അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, നമ്മളതൊന്നും നോക്കുന്നില്ല. ഓക്കെ ഇന്ന് കയറി പോവാം, വേറെ വഴിയില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ നടന്നില്ല. ലൈറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെയാ. ജിടിച്ച് കയറ്റി നമ്മൾ. ഒന്നും പറ്റില്ലല്ലോ. ഒന്നും അതിന് പറ്റിയിട്ടില്ല. നീ നമ്മൾ ഒരിക്കലും ഇടിക്കരുത് കേട്ടോ. നമ്മൾ ഇടിക്കുക
ഇടിക്കാതെ പോവും. അതാണ് നമ്മുടെ ഇനി ശീലം. ഇടിക്കാതെ പോകണം. അവരെങ്ങോട്ട് പോയി? ഇപ്പോൾ ഒരു ബസ് ഇവിടെ നിൽക്കുന്നില്ലായിരുന്നോ? ആ ബസ് ഇങ്ങോട്ട് പോയി. നമ്മളെ ഫസ്റ്റ് ഇടിയായിരുന്നു കേട്ടോ. വണ്ടിക്ക് പക്ഷെ പറ്റിയിട്ടൊന്നും ഇല്ല. വണ്ടിക്ക് എന്താ, നമുക്ക് പിന്നെ വിട്ടടിച്ച് പോയാക്കാം. അയ്യോ അവനായിട്ടടിച്ചു. നമ്മള് അവൻ ഹോൺ അടിച്ച് കാണിച്ചാ നമ്മളെ വേണ്ട. ചിലവന്മാരൊന്നും ഹോൺ അടിക്കുന്നില്ല. അണ്ണന്മാരെ ആരെങ്കിലും വരുന്നുണ്ട്? പ്ലീസ് വെയിറ്റ്, ഞാൻ നോക്കട്ടെ. ഈ മാപ്പ് അതെങ്ങനെയായിരുന്നു നോക്കുന്നു? ഇങ്ങനെ വെയിറ്റ്. നമ്മളിനി ഇവിടെ ഇച്ചിരി കൂടെ ദൂരം പോയാൽ നമ്മൾ ഇതാവും, അടുത്ത മാപ്പിലോട്ട് പോകുന്നതായിരിക്കും. ഇച്ചിരി ദൂരം പോയാൽ മതി. അവിടെ നിന്ന് കണ്ട് റൈറ്റ് എടുത്തിട്ട് പോയാൽ മതി. ഗൈസ് നിങ്ങൾ തന്നെ പറ, ഇതുപോലത്തെ ഇനി വീഡിയോസ് ഇടണോ അതോ റൈവൽസ് കളിച്ചിടണോന്ന് നിങ്ങൾ തന്നെ പറ. ഞാനെന്ത് ഇടാ, ഐ ആം റെഡി. ഞാൻ എല്ലാത്തിനും റെഡിയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ പോകുന്ന സ്പീഡ് കണ്ടോ, പറപ്പിക്കേ. ശരി, അപ്പം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാ വണ്ടി ഈ ഒരു സ്പീഡിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഈ ബൈക്കുകാരനൊന്ന് ഒതുക്കുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, അവൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. അവനിപ്പോൾ തിരിയുമെന്നാ തോന്നുന്നേ. തിരിക്കടോ. ഓക്കെ, നെക്സ്റ്റ് മാപ്പ് എത്തി. ഗൈസ് വെയിറ്റ്. ഗൈസ് അങ്ങനെ വീണ്ടും അയ്യോ അയ്യോ, വണ്ടി ചാടി. ഈ സ്ഥലം കൊള്ളാല്ലേ. ഇടിച്ചോ ശരിയല്ലോ. സ്ഥലം കിട്ടില്ല. ഇവിടെ നിർത്തട്ടെ. എൻ്റെ മോനെ, ഏതാ വൈബ്. നമുക്ക് നമ്മുടെ ബസ്സും കിണ്ണം കാച്ച സ്ഥലമല്ലേ. നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ടല്ലേ, നല്ല രാത്രി വൈബ്. നല്ല വൈബൊക്കെ ആയിട്ടുണ്ട്. വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വണ്ടി എടുക്കാം. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പോകാൻ എനിക്ക് താല്പര്യമില്ല. വേണമെങ്കിൽ കയറി പോടോ. അറിവൻ അവൻ എന്നിട്ട് എൻ്റെ വണ്ടി കൊണ്ട് മുട്ടിച്ച്. അതെന്നാ പരിപാടിയോ? മാറിക്കോ. നമ്മളോണൊക്കെ അടിച്ച് വരുന്നേ. അയ്യോ, ഇത് പിടിച്ചാൽ ജസ്റ്റ് മിസ്സായിരുന്നു. എന്താ അടിച്ചോ? ഈ പേടിയായി ഇടിപ്പിക്കാൻ. നമ്മുടെ തലയിലാണ് വന്നിട്ട് ഫസ്റ്റ്. അതിപ്പോൾ ചിലവർ നമ്മളെ ഇടിച്ചാൽ അതും നമുക്ക് പ്രശ്നമാകും. പക്ഷെ നമ്മൾ കൊണ്ട് ഇടിച്ചാൽ ആ പ്രശ്നമില്ല. അതാ നമ്മളെ കൊണ്ട് ഇടിപ്പിച്ചാൽ അവന്മാർക്ക് ഒരു പ്രശ്നം. അയ്യോ ദൈവമേ, ഞാൻ എന്തോ ചുമ്മാ അറിയാതെ ഇങ്ങനെ ആക്കിപ്പോ. എൻ്റെ ദൈവമേ ഗൈസ്, നോക്ക് ഗൈസ്. എൻ്റെ പോളാ, ഇത്രയും നല്ല സ്ഥലമോ? എൻ്റെ നല്ല വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ വൈബ് വ്യൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെയൊക്കെ വരുമ്പോൾ സീൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെറ്റി നമുക്കിത് നിർത്താം. എന്നിട്ടൊരു കാര്യം ചെയ്യാം. നമുക്ക് നോക്കട്ടെ മാപ്പിൽ കുറേ ദൂരം പോകണമെന്ന്. മാപ്പിൽ എനിക്ക് കാണിക്കുന്നത് എവിടം വരെ പോലെ, അവിടം വരെ പോയിട്ട് നെക്സ്റ്റ് മാപ്പ് എത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻഡിക്കേറ്റർ മാറിപ്പോയി. ഇതല്ലേ നമ്മൾ നേരത്തെ അന്ന് BMW ഇട്ട് എല്ലാവരും. അത് സീനായിരുന്നല്ലോ. അവൻ കയറി വന്നാൽ നോക്കിയതാ. തന്നെ ഇത്ര സ്മോളായിട്ട് എനിക്കൊന്നും കാണുന്നില്ല. ഇച്ചിരി കൂടെ വലുതാക്കട്ടെ. ഓക്കെ. അയ്യോ ഇടിക്കല്ലേ. അവിടെ പോസ്റ്റ് വല്ലതും ഉണ്ടോ? ഉണ്ട്. ചത്ത് ഇടിച്ചു. അയ്യോ കിണ്ണം കാച്ചി. ഇടിഞ്ഞോ? ഫ്രണ്ട് അവിടെ ചെറുതായിട്ടൊന്നും ഇടിച്ചിട്ടുണ്ട്. പ്രശ്നമില്ല. ഇനി നമ്മൾ ഇടിക്കില്ല. നമ്മൾ കാറിലൊന്നും അല്ലല്ലോ ഇടിച്ചോ. ഫസ്റ്റ് അവിടെ ഒന്നും ഇടിച്ചു. അയ്യോ ഇടിച്ചാനെ കാറിലോട്ട്. ശ്രദ്ധയിലതിന് നമ്മൾ ഓടിക്കുന്നു.
പക്ഷെ ഇങ്ങനെയൊക്കെ ഓടിക്കുമ്പോഴല്ലേ ഒരു സുഖം കിട്ടത്തുള്ളൂ ഗൈസ്. അയ്യോ ഗൈസ് 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 ഞാൻ ഇപ്പോൾ വീഴുവേ. അടുത്ത മാപ്പ് എത്തിയിട്ട് ഇച്ചിരി ദൂരം പോയിട്ട് നമ്മൾ എവിടെയെങ്കിലും നിർത്തുന്നതായിരിക്കും ഗൈസ്. വെയിറ്റ് ഗൈസ് പണി ഗൈസ്. ഇതുകൊണ്ടോ വണ്ടി ചെറുതായിട്ടല്ല നല്ല സീനായിട്ട് വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടോ ഞാൻ ഒരു ശ്രദ്ധയില്ലാതെ അങ്ങോട്ട് ഒറ്റ ബ്രേക്കിടിയിലായിരുന്നു. മറ്റേ ആ ഒരു ഏതോ ഒരു വണ്ടിയില്ലേ എൻ്റെ ബാക്കിൽ ആ വണ്ടീനെ പോയി ഒറ്റ ഇടിയായിരുന്നു എൻ്റെ ഗൈസ്. പണി മൊത്തം പാളി. ഇനി നമ്മൾ അടുത്ത മാപ്പ് എത്തിയിട്ട് വർക്ക്ഷോപ്പ് വല്ലതും കാണുന്നുണ്ട്, നിർത്തണം. ഞാൻ അടുത്ത മാപ്പ് എത്തിയിട്ട് എവിടെയെങ്കിലും വണ്ടി അവനല്ല ഇത് കണ്ടോ തുറിച്ചു പോയി മറ്റവൻ. അയ്യോ അത്രയ്ക്ക് ഇടിയാ നമ്മൾ കൊണ്ട് എന്നെ വണ്ടിക്ക് ഇപ്പോൾ 85 ഹെൽത്തേ ഉള്ളു കഴിച്ചേ. ഭയങ്കര ഇടിയായിരുന്നത് എൻ്റെ ദൈവമേ. ഞാൻ അടുത്ത മാപ്പ് എത്തിയിട്ട് എവിടെയെങ്കിലും വണ്ടി ഒതുക്കുന്നതായിരിക്കും. വണ്ടി സ്പീഡ് കയറുന്നില്ലല്ലോ അല്ലേ. വണ്ടി എഞ്ചിൻ്റെ അടിയാന്ന് തോന്നുന്നു. വണ്ടി ഇടിക്കാൻ തോന്നുന്നു കേട്ടോ. അയ്യോ എൻ്റെ ദൈവമേ മൊത്തം ഇടിയാ കേട്ടോ. വണ്ടിൻ്റെ ഫ്രണ്ട് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ. അയ്യോ എന്തായാലും വർക്ക്ഷോപ്പിൽ തന്നെ ഇനി കൊടുക്കണം. ഭയങ്കര ഇടിയായിപ്പോയി. അയ്യോ ഒന്നും ഇടിക്കത്തില്ല നമ്മൾ ഞാനായിരുന്നു ഫൈനലി. എൻ്റെ പൊന്നു ഞാൻ പെടല് കൊടുക്കാത്ത മറ്റേ സാധനമില്ലേ സ്പീഡോമീറ്റർ, ആ സാധനം നെക്കിയിട്ട് ഇട്ടേക്ക് വരുന്നു. അത് കിടക്കട്ടെ വേണ്ട, കിടക്കട്ടെ. ഓവർടേക്ക് ചെയ്യണോ കഴിച്ചു വണ്ടീനെ ചെയ്യണോ വേണ്ടല്ലേ. അയ്യോ എന്നാലും ഭയങ്കര എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വലിയ ഇടി ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല എൻ്റെ ഗൈസ്. വണ്ടി അങ്ങോട്ട് സ്പീഡ് അങ്ങോട്ട് കയറുന്നില്ല. പയ്യെടുത്താൽ മതി. ധൃതി ആർക്കും ഇല്ല, എനിക്കില്ല, ഒട്ടും ധൃതിയില്ല. പയ്യെ പോയാൽ മതി ഗൈസ്. എനിക്ക് വിഷമാവുന്നേ അമ്മേ. ഇപ്പം ആ കൊക്കയിലോട്ട് വീണാനെ. ഞാൻ പറഞ്ഞില്ലേ നമ്മളത്ര പ്രൊഫഷണൽ ഡ്രൈവറൊന്നുമില്ല. ഇവിടെ കുറേ നാളെ ഓടിച്ചിട്ട് വഴി ബസ്സൊക്കെ നല്ലൊരു ടച്ചാണ്. അയ്യോ അയ്യോ ഇടിക്കരുത് പ്ലീസ് എൻ്റെ പൊന്നീ. ഞാൻ ഭയങ്കര ശ്രദ്ധ പൊട്ടത്തരങ്ങളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത മാപ്പ് എത്തി നമ്മൾ ഗൈസ്. ഇപ്പോൾ ഒരു ആഡ് എന്തായാലും വരും. ഇതങ്ങനെ ആടൊക്കെ പോയി വീണ്ടും പോയി. നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും സ്പേസുള്ള സ്ഥലം കാണുന്നുണ്ടേ നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന വണ്ടി ഇടുന്നതായിരിക്കും. എന്ന് വെച്ചാൽ വണ്ടിക്ക് ഇപ്പോൾ ഒട്ടും ഹെൽത്ത് ഇല്ല. ഇവിടെ ഇടാം. പക്ഷെ ഇവിടെ ഞാൻ ഒരു വീട് പോലത്തെ ഉണ്ട് പരിപാടിയാന്ന് വെച്ചാൽ ഇത് കണ്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇവിടെ വണ്ടി ഇടാം. പക്ഷെ എൻ്റെ പൊന്നെ സ്പീഡോമീറ്റർ കേട്ടേക്ക് വരുന്നു. നിങ്ങൾ കണ്ടു നോക്ക് ഗൈസ്. എൻ്റെ പൊന്നെ ഇതുകൊണ്ട് ഇവിടെ കയറ്റണോ ഇവിടെ വണ്ടി കയറ്റണോ ഗൈസ്. ഇവിടെ വണ്ടി കയറ്റാക്കാം. ഇവിടെ കയറ്റാം കേട്ടോ. അയ്യോ കാണുന്നില്ല. ഇതൊക്കെ മുട്ടുന്ന പരിപാടിയാന്ന് തോന്നുന്നത്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ആയിട്ടിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്തെങ്കിലും കുഴപ്പം മിക്കവാറും വരും. ഇപ്പോൾ ഇത്രയും നേരം ഒരു കുഴപ്പമില്ല. സേഫായിട്ടാണ് ഇപ്പം കാര്യങ്ങൾ നടക്കാനല്ല നല്ല സേഫായിട്ടാണ്. നല്ലതെന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് നന്നായിട്ടാണ്. പെർഫെക്റ്റ് പാർക്കിംഗ് അല്ലേ. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ശരിയാക്കണം. മൊത്തത്തിൽ ഒരു റിപ്പയറിംഗ് ഷോപ്പ് കാണുമ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ശരിയാക്കണം.
അപ്പം പിന്നെ ഇച്ചിരി കൂടെ നന്നായിട്ട് കണ്ടുപിടിച്ചിട്ട് ഞാൻ വരും ഗൈസ്. അപ്പം ഹോബി ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.